ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒരു 10 സവാള, 2 തക്കാളി, പിന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കുക്കിംഗ് ചെയ്തെടുക്കാം. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രം ചൂടായതിന് ശേഷമാണ് കേട്ടോ ഓയിലും ഗീയുമാണ് ഞാൻ ഒഴിക്കുന്നത്. ഗീ ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലും ഗീയും ഒക്കെ ചൂടായതിന് ശേഷം നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നല്ലോണം സവാള വഴറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നല്ലോണം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. നല്ലോണം വഴറ്റിയെടുത്ത് കുറച്ച് 2-3 ടൈം മൂടി വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കട്ടോ. നമുക്ക് സവാള കുക്കായി വരും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 പട്ട, 4 ഗ്രാമ്പൂ, അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 1 കിലോന് ഉള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ മസാല നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ വലിയ 2 തക്കാളിയാണ് എടുത്തത്. ഓവർ പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ എടുത്തത്. നിങ്ങളെ കയ്യിൽ ചെറുതാണെങ്കിൽ 4 എണ്ണം ഇടുക കേട്ടോ. ഇനി തക്കാളിയൊക്കെ നല്ലോണം കുക്കാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ പൊടി ചേർക്കുന്നത്. 1 മിനിറ്റ് നല്ലോണം അടിച്ച് വെച്ച് വേവിച്ച് എടുത്താൽ തക്കാളി വേഗം കുക്കായി വരും. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇതൊക്കെ വെന്തതിന് ശേഷം കേട്ടോ. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ബിരിയാണി മസാല ആണ് കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂണ് 2 സ്പൂണാണ് കേട്ടോ ഞാൻ ബിരിയാണി മസാല ഇട്ടത്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് ബീഫ് മസാല ആണ്. ഏത് ബ്രാൻഡിൻ്റെ ഇടട്ടോ. ബീഫ് മസാല ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഇട്ടിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാല. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. പൊടിയും മസാലയും കൂടി ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ആണ് ഇതിലേക്ക് തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂണ് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ തൈര് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ്. നിങ്ങൾ എടുക്കുന്നത് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് ഉപ്പ് ഇടട്ടോ. മല്ലിയില, പുതിന ഇല ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇതിൽ ഇടുന്നേരം പുതിന ഇല കുറച്ച് അധികം ഇടുന്നുണ്ട്, മല്ലിയില കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. കപ്പ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയായിട്ടോ. ഇനി നമുക്ക് ബീഫ് വേവിക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്. എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്.
1.5 കിലോനുണ്ട്. ആദ്യം തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് ഇടുന്നത് ബീഫ് മസാല ആണ് കേട്ടോ. ബീഫ് മസാല 1/2 ടീസ്പൂണിൻ്റെ 2 സ്പൂണ് ആണ് കേട്ടോ ഞാൻ ബീഫ് മസാല ഇട്ടത്. പിന്നെ കുരുമുളക്, ഞാൻ നാടൻ കുരുമുളകാണ് എടുത്തത്. അത് നൈസായിട്ട് പൊടിച്ചതല്ല, ക്രഷ് ചെയ്തതാണ് കേട്ടോ. 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നാലേ ബീഫിലൊക്കെ നല്ലോണം ഉള്ളിലേക്ക് നല്ലോണം കുക്കായി വരുന്നേരം നല്ല പിടിച്ച് വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫായി കൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇവിടുന്ന് വാങ്ങുന്ന ബീഫാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണം കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഞാൻ ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. 2 വിസിലടിഞ്ഞപ്പോൾ നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിക്കണം. സ്റ്റോക്കൊക്കെ നമുക്ക് ഈ കപ്പൻ മസാലയ്ക്ക് ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് മസാല വേണ്ടിയത് കേട്ടോ. ഇനി ഈ സ്റ്റോക്ക് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് അതിൽ നിന്ന് കുറച്ച് ഈ മസാലയിൽ ഒഴിക്കുകയാണ് കേട്ടോ. സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കുന്നേരം നമുക്ക് ഞാനിവിടെ 2 കിലോ കപ്പാണ് എടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് ബീഫ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഗ്രേവി തിക്കാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്ക് കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കപ്പയിലേക്ക് കൂടിയുള്ള തക്കത്തിൽ ഗ്രേവി വേണം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഇത്തിരി ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നേരം ഇത്തിരി ഉപ്പ് അധികം ഉണ്ടാവില്ലേ മസാലയിൽ, അതേപോലെ വേണം കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ തന്നെയാണ് ഇത്. നല്ലോണം ക്ലീൻ ചെയ്ത് ഞാൻ നല്ലോണം കട്ട് ചെയ്തെടുക്കുക. കപ്പ വേറെ തന്നെ വേവിക്കണം കേട്ടോ. എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ കപ്പ വേവിക്കേണ്ടത്. ഉപ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ കപ്പ വേവിക്കാൻ വെക്കുന്നത്. ഇവിടെ ഒരു വിസിലടിഞ്ഞാൽ മതി. ഞാൻ 2 വിസിലടിക്കുന്നുണ്ട്. നല്ലോണം കുക്കായി വരണം കേട്ടോ. ബീഫ് മസാല ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, എൻ്റെ മസാല ഓവറായിട്ട് ഗ്രേവി ഇല്ലാത്ത ടൈപ്പായി ആണ് കേട്ടോ വേണ്ടിയത്. ഓവറാകുന്നേരം നമുക്ക് ഈ കപ്പ ഇടുന്നേരം ഭയങ്കര കറി പോലെ ആയിരിക്കും ഉണ്ടാകുക. ഈ കപ്പൊക്കെ വെന്ത് ഊറ്റി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത്. എല്ലാ കപ്പകളും ചേർത്തതിന് ശേഷം ഇതേപോലത്തെ കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒടിച്ച് എടുക്കണം കേട്ടോ. ഈ ബീഫ് മസാല ഈ കപ്പയും കൂടി ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കണം. തീരെ ഈ ഒടിയാത്ത കപ്പ ഉണ്ടാവരുത് കേട്ടോ. അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കപ്പയിലേക്ക് പിടിക്കൊന്നുമില്ല. നല്ലോണം ഒടിച്ചെടുക്കണം കേട്ടോ. കപ്പ ഫുള്ളായിട്ട് നല്ലോണം ഒടിച്ചെടുത്ത് മസാലയും കപ്പയും കൂടി യോജിപ്പിച്ചെടുത്തിട്ടോ. ഇനി ഇത് 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ സിമ്മിലാക്കിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് ഞാൻ എടുക്കട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.